ഡോക്ടർ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് പൊതുവെ ഈ അലർജി തരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാവുന്നതിന്റെ കാരണം? അലർജിക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് ഒരു പാരമ്പര്യ ഘടകം തന്നെയാണ്. ഇപ്പോൾ ഈ പ്രേക്ഷകർ ചോദിച്ചപ്പോൾ തന്നെ അതിൽ നമ്മൾ ആദ്യം ഒരു പേഷ്യൻ്റ് നമ്മളെടുത്ത് വരികയാണെങ്കിൽ നമ്മുടെ ആദ്യത്തെ ചോദ്യം കുടുംബത്തിൽ ഈ തരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടോ എന്നാണ്. അത് പ്രത്യക്ഷത്തിൽ നമുക്ക് മനസ്സിലാകാത്ത തരത്തിലാണെങ്കിൽ ചിലത് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇതാണ്, നമുക്ക് അതിനപ്പുറത്തേക്ക് ചോദ്യം ആവശ്യം വരില്ല. അല്ലാത്തതാണെങ്കിൽ ചിലത് ലൈക്കൻ പ്ലാന്റ്സ് എക്സിമ സിമിലർ ആയിരിക്കും, കണ്ട ഒരുപോലെ ഇരിക്കും. അപ്പോൾ നമ്മൾ തിരിച്ചറിയാൻ വേണ്ടി എളുപ്പത്തിലുള്ള മാർഗ്ഗം പാരമ്പര്യമായിട്ട് ഈ കംപ്ലയിൻറ്റ് ഉണ്ടോ എന്നുള്ളതാണ്. അതുപോലെ ചെറിയ കുട്ടികൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ അസുഖം പാരമ്പര്യമായിട്ട് അറ്റോപ്പി രൂപത്തിൽ ഒരു അസുഖങ്ങൾ, അതായത് അറ്റോപ്പി വിഭാഗത്തിൽപ്പെട്ട തുമ്മലോ ശ്വാസം മുട്ടലോ എക്സിമയോ കുടുംബത്തിലുണ്ടോ എന്നാണ് നമ്മൾ ആദ്യം നോക്കുക. അത് നോക്കി ആ പാരമ്പര്യ ഘടകമാണ് ഫസ്റ്റ്. ഈ പാരമ്പര്യ ഘടകം ഉള്ളതുകൊണ്ട് തന്നെ കംപ്ലയിൻറ്റ് വന്നോളം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഒരു അച്ഛനമ്മയ്ക്കോ അസുഖം ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് വരാം എന്ന് മാത്രം. ആ പാരമ്പര്യ ഘടകം വന്നു കഴിഞ്ഞു, അയാൾ അതിനുള്ളൊരു സാഹചര്യത്തോട് എക്സ്പോസ്ഡ് ആകുമ്പോൾ മാത്രമാണ് കംപ്ലയിൻറ്റ് പ്രത്യക്ഷത്തിൽ വരിക. അല്ലാത്തപ്പോൾ ചിലപ്പോൾ കംപ്ലയിൻറ്റ് വന്നു. ഡോക്ടർ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മളിപ്പം ഒരു 3 വയസ്സ് വരെ അല്ലെ 4 വയസ്സ് വരെ ഒന്നും അലർജി പാരമ്പര്യം ഉണ്ടെങ്കിൽ പോലും കാണാത്ത ആളുകൾക്ക് ചിലപ്പോൾ ഈ ഒരു ഏജ് കഴിയുമ്പോൾ അലർജി ടൈപ്പ് അസുഖങ്ങൾ വരുന്ന കാണാറുണ്ട്. എന്തുകൊണ്ടാണ് ഡോക്ടർ അങ്ങനെ സംഭവിക്കുന്നത്? അതാ ഞാൻ പറഞ്ഞത്, ഈ പാരമ്പര്യ ഘടകമുള്ളതുകൊണ്ട് അസുഖം ഉണ്ടായിക്കൊള്ളുന്നില്ല. ഏതൊരു രോഗത്തിനും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ പ്രമേഹം അച്ഛനും അമ്മയ്ക്കും ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് 100% വരാമെന്നാണ്. എന്ന് കുട്ടികൾക്ക് വന്നോണമെന്നില്ലല്ലോ. അതിൻ്റെ ഒരു സാഹചര്യത്തിൻ്റെ എക്സ്പോഷറും കൂടെ വരുമ്പോൾ, അല്ലെങ്കിൽ അയാളുടെ ശരീരത്തിൻ്റെ പ്രതിരോധത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ അന്നേരമാണ് അത് പ്രകടമാകുക. അതുവരെ അതിനെ മൂടി വെക്കാൻ ശരീരത്തിന് കഴിയുമെന്നുള്ളതാണ്. അതിനെ പ്രയാസങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ ഹെൽത്തി ആയിട്ടുള്ളൊരു ശരീരത്തിന് സാധിക്കുന്നുള്ളൂ. ഇങ്ങനത്തെ പ്രയാസങ്ങളൊക്കെ ഘടകങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ വളരെ സ്വാഭാവികമായിട്ട് നോർമലായിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ ശരീരത്തിന് കഴിയും.